കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് പലർക്കും ആശ്വാസം, വിടുതലാകുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു. കർത്താവ് പോഷ്ക്ക് പറയാത്ത ദൈവം, വ്യാജം വെളിപ്പെടുത്താത്ത ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം നമ്മെ എപ്പോഴും ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. ആ വചനങ്ങൾ, ദൈവം അരുളിച്ചെയ്ത ദൂതുകൾ, അതിൻ്റെ നിവൃത്തികൾ കൂടാരത്തിൻ്റെ അകത്തളങ്ങളിൽ നിശ്ചയമായി സ്വർഗം വെളിപ്പെടുത്തിയിരിക്കും. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10 അധ്യായം 39 വാക്യം. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു തിരുവെടുത്താണ്. മറിയ യേശു കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നു, വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഹൃദയതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആഴമായി പകരുന്നത് യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം, യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം. മറിയ യേശുവിനെ വിശ്വസിക്കുക മാത്രമല്ല ചെയ്തത്, കാൽക്കൽ ഇരുന്നു. ചില വിഷയങ്ങൾ നടക്കുവാൻ, ചില വിഷയത്തിൻ്റെ നിവൃത്തി വെളിപ്പെടുവാൻ വിശ്വാസം മാത്രം പോരാ, യേശുവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, യേശുവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കണം. ആ വാഗ്ദത്തങ്ങൾ പുറത്തു വരുക, ആ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുക, പാദപീഠത്തിൽ ഇരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് പലപ്പോഴും ആഹ്വാനം ചെയ്യും, നമ്മുടെ ഹൃദയത്തെ തട്ടിയുണർത്തും. ദൈവത്തിൻ്റെ വൈതലേ, ആ മേഖല തുറക്കപ്പെടുമ്പോഴാണ് വിമർശനങ്ങളും വിധികളും മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ കാതുകളിൽ എത്തുന്നത്. പ്രാർത്ഥിച്ചിട്ടെന്താ, ഇപ്രകാരം പാദപീഠത്തിലിരുന്നിട്ടെന്താ, ഈ ഒരു പണിയില്ലാത്തതുകൊണ്ട്, ഒരു ജോലിയില്ലാത്തത് കൊണ്ട് സമയം വെറുതെ കളയുന്നു, ഇപ്രകാരമുള്ള വാക്കുകൾ പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തുവാൻ, തകർത്ത് കളയുവാൻ വേണ്ടി നോക്കും. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവ് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്, യേശുവിൻ്റെ സന്നിധിയിൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ വൈതലേ, അത് അതിശക്തമായിരിക്കും, അത് വിലയേറിയതായിരിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നതിൻ്റെ നന്മകൾ അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും, അത് ഏറ്റവും മഹത്തായ കാര്യമായിരിക്കും. മറിയ യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നു. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു വിഷയങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തിൻ്റെ അന്തരീക്ഷമായിരിക്കുന്ന മാർത്തയുടെ മറിയയുടെയും കൂടാരത്തിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ മറിയ യേശുവിൻ്റെ കാൽക്കലിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വൈതലേ, പ്രശ്നങ്ങളില്ലാത്തപ്പോഴും വിഷയങ്ങളില്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ പാദപീഠത്തിലിരിക്കുന്നൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമാ അത് അനുഗ്രഹത്തിന് കാരണമാകും, അത് ദൈവപ്രവർത്തിക്ക് കാരണമാകും, അത് പ്രതിഫലത്തിന് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. മറിയ നല്ലൊരു സാക്ഷ്യമല്ലേ, ഒരു മാതൃകയല്ലേ കാണിച്ചു തരുന്നത്. ഒരു വിഷയമില്ലാത്തപ്പോഴും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നു. എന്നാൽ മറിയയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പ്രതികൂലം കടന്നു വന്നു, ഒരിക്കലും വിചാരിക്കാത്ത പ്രതികൂലം കടന്നു വന്നു. തൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വിപത്തുകൾ, ആ സംഭവം മാർത്തേനെയും മറിയയും തൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന നിലവാരത്തിൽ ദുഃഖം തളം കെട്ടി കിടക്കുന്ന ഒരു കുടുംബ സ്ഥിതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിയപ്പോഴും യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നതിൻ്റെ പ്രതിഫലം ദൈവം കൊടുത്തിട്ടില്ലായിരുന്നു. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം കൊടുത്തിട്ടില്ലായിരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയം, ഇനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിധി കൽപ്പിച്ച വിഷയം, നഷ്ടപ്പെട്ടതിനെ പോലും കാൽക്കലിരുന്നതിൻ്റെ പേരിൽ തിരിച്ചു കൊടുക്കുക ശക്തിയുള്ള ദൈവം, അധികാരമുള്ള ദൈവം ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ വ്യക്തമായി സംസാരിക്കുന്നു.
പറയുന്നു, ദൂതടവിടുന്നു, നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാൻ പോവാ. കാൽക്കലിരുന്ന, പാദവിടത്തിലിരുന്ന നിശ്ചയമാ ചിലത് മടക്കിത്തരുന്ന സമയമാണെന്ന് ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത്. ലാസന്റെ വിഷയത്തിൽ ഒരുപാട് കണ്ണുനീരൊഴുക്കി, ഒരുപാട് കരഞ്ഞു. എന്നാൽ ആ കണ്ണുനീരിനെ ദൈവം തൻ്റെ മഹത്വമാക്കി തീർത്തു. ആ വേദനയെ ദൈവം മഹത്വമാക്കി തീർത്തു. ആ കണ്ണുനീരിനെ ദൈവം നൃത്തമാക്കി മാറ്റി. ആ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർത്ത ഒരു മഹത്വം കാൽക്കലിരുന്ന മറിയയുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരു ഉയർപ്പിൻ്റെ സമയമായി, കാൽക്കലിരുന്നു ഒരു ഉയർപ്പിൻ്റെ സമയമായി. ദുഃഖത്തിൻ്റെ, വേദനയുടെയും വ്യതയുടെയും കാലഘട്ടമായിരുന്നെങ്കിൽ ഒരു ഉയർപ്പിൻ്റെ നാഴിക വന്നിരിക്കുക. കാൽക്കലിരിക്കുന്ന ദൈവം ഇതിനെ അനുഗ്രഹിക്കുന്ന ദൈവം, കാൽക്കലിരിക്കുന്ന ദൈവമക്കളെ ഉയർത്തുന്ന ദൈവം, പാതവിടത്തിൽ സമയം ചെലവിടുന്ന ദൈവമക്കൾ ദൈവത്തിൻ്റെ പ്രതിഫലം വരാതെ ഇരിക്കത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ ദൂതിത ഒരു ഉയർപ്പ് ആ വിഷയത്തിൽ നടക്കാൻ പോവാ. കണ്ണുനീരൊഴുക്കിയ, കണ്ണുനീര് ധാരധാരയായി ഒഴുകിയ ആ വിഷയം ഒരു മഹത്വമായി കൂടാരത്തിലേക്ക് കയറി വരാൻ പോവാ. യേശു സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ, യേശു കരുതുമെന്ന് വെളിപ്പെടുത്തുന്ന നിലയിൽ ഒരു മഹത്വത്തിൻ്റെ പ്രവൃത്തി തലങ്ങളുടെ സമയമായിരിക്കുന്ന പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. യേശുവിൻ്റെ കാൽക്കൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം, ദൈവസന്നിധിയിൽ ഇരുന്നതിൻ്റെ അനുഗ്രഹം ഇതാ ദൈവം തരാൻ പോകുന്നു. ദൈവം കൽപ്പിക്കാൻ പോകുന്നു. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ദൈവം ചെയ്യാൻ പോകുന്നു. ദൂത് വിശ്വസിക്കട്ടെ, ആഴമായിട്ടെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. സ്നേഹവാനെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, ദൂതിനായി സ്തോത്രം. കർത്താവ് സഹായിക്കണം. വചനം കേൾക്കുന്നവർക്ക് ഒരു പ്രതിഫലം, കാൽക്കലിരിക്കുന്ന ദൈവം ഇതിനെ മാനിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.